നമസ്കാരം. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരികയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തീരുവ യുദ്ധം കാണുമ്പോൾ. തീരുവ എന്നത് ടാരിഫ് എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. ഇറക്കുമതി നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി എന്ന നിലയിൽ ടാരിഫ് ആവശ്യമാണ്. പക്ഷെ അധികമായാൽ അമൃതും വിഷം. അനാരോഗ്യപരമായ ഒരു തീരുവ യുദ്ധം. ചൈനയ്ക്കെതിരെ ഏതാണ്ട് 54% ടാരിഫ് ചൈനീസ് ഇറക്കുമതിക്കെതിരെ. ഇന്ത്യൻ ഇറക്കുമതിക്ക്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 27% തീരുവ. വളരെ സുഹൃത്ത് രാജ്യമായ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പോലും 24%. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് 20%. അങ്ങനെ വിയറ്റ്നാമിൽ നിന്നും 49% എന്നു വേണ്ട സകല രാജ്യങ്ങളെയും വെറുപ്പിക്കുന്ന ട്രംപിൻ്റെ നിലപാട് കൈയടിച്ച് അമേരിക്കൻ ജനത പ്രോത്സാഹിപ്പിക്കും എന്ന് ട്രംപ് കരുതിയെങ്കിൽ തെറ്റി, ആകെ തെറ്റി. അമേരിക്കൻ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 1200ഓളം ഇടങ്ങളിലാണ് ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ വന്നത്. വലിയ പ്രക്ഷോഭം എന്ന് പറയാനാവില്ല എങ്കിലും ശക്തമായ പ്രതിഷേധത്തിൻ്റെ സ്വരം അമേരിക്കയുടെ കിഴക്കൻ തീരം മുതൽ പടിഞ്ഞാറൻ തീരം വരെയുള്ള നഗരങ്ങളെയെല്ലാം പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അമേരിക്ക കണ്ടത്. കാരണം ആദ്യമൊക്കെ അമ്പരന്ന് നിന്നും അമേരിക്കൻ ജനത ഇതെന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സാമ്പത്തിക വിദഗ്ധന്മാർ വിലയിരുത്തുന്നത് വിശ്വസിക്കാമെങ്കിൽ തീരുവ യുദ്ധം കൊണ്ട് സംഭവിക്കുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കയിലെ വിപണിയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ, ഇറക്കുമതി ചെയ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വിലക്കയറ്റമുണ്ടാകും. ഇറക്കുമതിക്കാർ തീർച്ചയായും കൂടിയ ചുങ്കം അവർ കൊടുക്കേണ്ടി വരുമല്ലോ. ആ ചുങ്കം കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നും, എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും മാർക്കറ്റിൽ തീ പിടിച്ച വിലയുണ്ടാകും. മനുഷ്യൻ്റെ പോക്കറ്റ് കീറും. ഒരു വർഷം ശരാശരി $4000 കുറവ്. ശരാശരിയാണ് $4000 എങ്കിലും ഓരോ പൗരൻ്റെയും പർച്ചേസിങ്ങിൽ കുറവ് വരും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ആകമാന GDP-യിൽ $1 ട്രില്യൺ കുറവാണ് വരുന്നത്. 1 ട്രില്യൺ അല്ല, ഒന്നിലധികം $1 ട്രില്യൺ കുറവ് വരും. സമ്പദ് വ്യവസ്ഥയിൽ ആകമാനം 1% ഇടിവ് വരും. GDP-യിൽ 1% ഇടിവ് വരും. അപ്പോൾ അത് വലിയൊരു ഭീമമായ നഷ്ടമായി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് അമേരിക്കയുടെ ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ആരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്? ട്രംപിൻ്റെ പുറകെ ബാഗ് പൈപ്പർ ഇഫക്റ്റിൽ നീങ്ങിയ കുറേ പേരുണ്ട്. വലതുപക്ഷ തീവ്ര ചിന്തയുള്ളവർ, അന്ധമായ മതവിശ്വാസം ഉള്ള ആളുകൾ, കൺസർവേറ്റീവ് മതവിശ്വാസം, അന്ധമെന്നല്ല കൺസർവേറ്റീവ് യാഥാസ്ഥിക മതവാദികൾ, അതുപോലെ ഭിന്നലിംഗക്കാരെ വേണ്ട എന്ന് പറയുന്ന ഒരു പാരമ്പര്യവാദികൾ. ഈ പാരമ്പര്യവാദികളുടെ ചിറകിലേറിയാണ് അമേരിക്കയിൽ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റിൻ്റെ ഫലമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത് എന്നതാണല്ലോ നമുക്കറിയാവുന്ന കാര്യം. എന്നാൽ ആ പാരമ്പര്യവാദികൾ ഇന്ന് ഏതാണ്ട് സൈലൻ്റാണ്. അവർ ട്രംപിനെ പ്രകീർത്തിച്ചുകൊണ്ട് തെരുവിലിറങ്ങാൻ അവർ തയ്യാറാവുന്നില്ല. അവരിങ്ങനെ ദേ ആർ വെയിറ്റിംഗ്. അവർ ഒരുപക്ഷെ ഈ ട്രംപ് അവരെയും കുഴിയിൽ ചാടിക്കുമോ എന്ന ഒരു ഭീതി പാരമ്പര്യവാദികൾക്കുണ്ട്, അല്ലെങ്കിൽ ട്രംപിൻ്റെ സ്റ്റോഞ്ച് സപ്പോർട്ടേഴ്സിനുണ്ട്. അതുകൊണ്ട് ട്രംപിനെ ഡിഫെൻഡ് ചെയ്യാൻ അധികം പേര് മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ട്രംപിനെ എതിർക്കാനായി വലിയ ഒരു വിഭാഗം വരികയാണ്. അത് ഡെമോക്രാറ്റിക് പാർട്ടി അതിശക്തമായി രംഗത്ത് വരികയാണ്. കാരണം ഇത് പാർലമെൻറ്റ് ജനാധിപത്യമല്ല എന്ന് ഓർക്കണം. ഇതൊരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അവിടെ പാർട്ടികൾ തമ്മിൽ തീർച്ചയായും വലിയ തോതിൽ പോരാട്ടം നടക്കുന്നു. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929, 30-31 ആ കാലഘട്ടത്തിൽ നടന്ന ഭീകരമായ ആഗോള സാമ്പത്തിക മാന്ദ്യം, അവിടെയാണ് റിപ്പബ്ലിക്കന്മാർക്ക് കാലിടറിയത്. ട്രംപിൻ്റെ പാർട്ടിയാണല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടി. റിപ്പബ്ലിക്കൻസിന് കാലിടറിയത് അന്ന് റിപ്പബ്ലിക്കന്മാർ കൊണ്ടുവന്ന ഒരു വ്യാപാര യുദ്ധമാണ്. യൂറോപ്പുമായി നടന്ന ഒരു വ്യാപാര യുദ്ധം. തൽഫലമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക്
പനി പിടിച്ചു. അത് ലോകം ആസകലം വ്യാപിച്ചു. ഗ്രേറ്റ് ഇന്റർ വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടയിൽ നടന്ന ഡിപ്രഷൻ അഥവാ മാന്ദ്യം, ആ മാന്ദ്യത്തിന് സമാനമായ ഒരു മാന്ദ്യത്തിലേക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ, ഒരുപക്ഷെ ലോക സമ്പദ് വ്യവസ്ഥകളെ തള്ളിയിടാൻ പര്യാപ്തമായ മാറ്റങ്ങളാണ് ഈ ഒരു മനുഷ്യൻ കൊണ്ടുവന്നത്, ട്രംപ് കൊണ്ടുവന്നത്. ഡോണ്ട് ആക്ട് ലൈക്ക് എ കിങ് എന്നാണ് അമേരിക്കൻ ജനത ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ മഹാരാജാവല്ല എന്നോർക്കൂ. രാജഭരണം തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾ ആഗ്രഹിക്കേണ്ട, താങ്കൾ ആ സിംഹാസനത്തിൽ കയറിയിരിക്കേണ്ട. ഞങ്ങളുടെ മാൻഡേറ്റിലാണ് താങ്കൾ ഇപ്പോൾ ഭരണം നിർവഹിക്കുന്നത്. ഞങ്ങളുടെ കഞ്ഞിയിൽ കല്ലുവാരി ഇടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവിത ചെലവ് ഉയരാൻ പോവുകയാണ്, പലിശ നിരക്കുകൾ ഉയരാൻ പോവുകയാണ്, ഭവന വായ്പകൾക്ക് വലിയ തോതിൽ പലിശ വർധന വരാൻ പോവുകയാണ്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് തീവിലയുണ്ടാകാൻ പോവുകയാണ്. ഇങ്ങനെ പോയാലൊക്കില്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകാനാവില്ല. തെരുവിലല്ലെങ്കിൽ ജനം പല ഉദ്ദേശക്കാരാണ്. ഒന്ന്, ഈ ലിബറലുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലിബറൽ ചിന്താഗതിക്കാരായ പല ആളുകളും ഇപ്പോൾ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ലിബറലുകൾ പറയുന്നു ഇങ്ങനെയല്ല, അമേരിക്കൻ ലിബറലിസം എന്ന് പറയുന്നത് ട്രംപ് പറയുന്ന ഒരു കാര്യമല്ല, അത് കുറച്ചുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളണം. അവർ പറയുന്നത് ഈ കുടിയേറ്റ നയത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് ട്രംപ് തീർത്തത്. അതായത് ഒബാമയുടെ കാലത്തും അല്ലെങ്കിൽ ബൈഡൻ്റെ കാലത്തും ഡെമോക്രാറ്റുകളുടെ കാലത്ത് അനിയന്ത്രിതമായി അമേരിക്കയിലേക്ക് കുടിയേറാൻ ആളുകളെ അനുവദിച്ചു. അതിൻ്റെ തിക്തഫലമാണ് അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ട്രംപിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുണ്ടായിരുന്നു, വോട്ട് ചെയ്യാനും ആളുണ്ടായി. പക്ഷേ അവരെ തിരിച്ചു പറഞ്ഞു വിടേണ്ടത് ചെണ്ട കൊട്ടി പെരുവഴിയിലൂടെ നടത്തിയല്ല തിരിച്ചു വിടേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. അമേരിക്കയുടെ ജനം ഇത് കാണുന്നുണ്ട്. അതായത് വലിയ തോതിൽ ഈ ഡിപ്പോർട്ടേഷന് വേണ്ടി തയ്യാറാക്കിയ ആളുകളെ വലിയ വാദ്യഘോഷത്തിൻ്റെ, അതായത് പ്രത്യേക അർത്ഥമുള്ള ഗുഡ് ബൈ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി ആ മ്യൂസിക് എന്നിട്ട് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ ഈ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ഷെയർ ചെയ്യുകയാണ്. സോഷ്യൽ നെറ്റ്വർക്കിൽ അമേരിക്ക ഔപചാരികമായി ഷെയർ ചെയ്യുന്ന ഈ പാട്ടുകൾ അമേരിക്കൻ ജനഹൃദയത്തെ തന്നെ വല്ലാതെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡിപ്പോർട്ടേഷൻ എന്നത് തത്വത്തിൽ അമേരിക്കൻ ജനത അംഗീകരിക്കുമ്പോഴും അനധികൃത കുടിയേറ്റക്കാരെയാണ് തിരിച്ചയക്കുന്നത്. തീർച്ചയായും അമേരിക്ക നന്നാക്കാൻ വന്നവരല്ല, മറിച്ച് അമേരിക്കയിൽ നിന്നും എന്തൂറ്റിയെടുക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ മെച്ചപ്പെട്ട സ്വപ്നങ്ങൾ എങ്ങനെ പൂവണിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യാന്വേഷികളായി എത്തിയവരെയാണ് ട്രംപ് ആദ്യ റൗണ്ടിൽ ടാർഗറ്റ് ചെയ്തത്. എങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നിരിക്കുന്നു, അവരുടെ മനസ്സ് മുറിപ്പെട്ടിരിക്കുന്നു. അത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അവരെ പുറത്താക്കിക്കൊള്ളൂ, പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ തെരുവിലിറങ്ങി. അത് മാത്രമല്ല, ഇങ്ങനെ ഡിപ്പോർട്ടേഷൻ സംഭവിച്ചാൽ പരിണിത ഫലം എന്താണ്? അവിടെ ചീപ്പ് ലേബർ ചെയ്തിരുന്ന മെക്സിക്കൻസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവർ, ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർ, ഇവർ കുടിയൊഴിഞ്ഞാൽ ആ ജോലി വെള്ളക്കാരും മറ്റമേരിക്കൻ പൗരന്മാരും ചെയ്യേണ്ടി വരും. ഈ ആളുകൾ ആ ജോലി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരും. അപ്പോഴെങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ ലാഭകരമായി വിപണിയിലെത്തുക? ചീപ്പ് ലേബർ ഉള്ളത് കൊണ്ടാണ് വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുമ്പോഴും ചീപ്പ് ലേബർ അതൊരു അനുഗ്രഹമാണ്. വിദേശത്ത് ചൈനയിലോ ഇന്ത്യയിലോ ഉൽപ്പാദിപ്പിക്കുന്ന, ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ വിയറ്റ്നാമിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചീപ്പ് ലേബർ, വില കുറഞ്ഞ തൊഴിൽ, അധ്വാനം, ഇതര രാജ്യക്കാരുടെ അധ്വാനം, ആ അധ്വാനം വില കുറഞ്ഞ അധ്വാനമാണ്. ആ അധ്വാനത്തിന് വിലയുണ്ട്, പക്ഷേ അത് വിദേശ നാണ്യ വിനിമയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് തുച്ഛമായ ഡോളേഴ്സ് മാത്രമാണ് ശമ്പള ഇനത്തിൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ കിട്ടുന്നത്. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ചീപ്പ് ഇമ്പോർട്ട്സിലാണ്. അത് എക്സ്പെൻസീവ് ആകുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതുപോലെ അമേരിക്കയ്ക്കുള്ളിലെ ലേബറും എക്സ്പെൻസീവ് ആകുന്നു. ഇത് അപ്പോൾ കുടിയേറ്റ നയത്തിനെതിരെ ഒരു ആദ്യമായി ഓപ്പണായി ജനം പ്രതികരിച്ചു. അതിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തീർച്ചയായും ജൈവികമായി ഉണ്ടായ ഈ പ്രതിഷേധത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ അണിചേരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ മറ്റൊരു ഖിന്നരാകുന്ന വിഭാഗമെന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് തിങ്കിങ് ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. ഇതും ഒരു ക്രിസ്തു മതത്തിൻ്റെ വളരെ യാഥാസ്ഥികമായ ചില ഘടനകൾ, പ്രത്യേകിച്ചും ഗർഭഛിദ്ര നിരോധനം. അപ്പോൾ ഈ ഗർഭഛിദ്രമൊക്കെ ഒരു അവകാശമാക്കണം എന്ന് വാദിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട്, നോൺ കൺസർവേറ്റീവ് പുരോഗമന ഗ്രൂപ്പുകളുണ്ട്. അവരുടെ പ്രതിനിധികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു.
അപ്പോൾ ഇതൊക്കെ വൈകാരികമായ വിഷയമാണ്. ഗർഭഛിദ്രം ഒക്കെ വളരെ വൈകാരികമായ വിഷയമാണ്. ട്രംപിൻ്റെ ഒരു കൺസർവേറ്റീവ് പോളിസി അനുസരിച്ച് ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ളത് തെറ്റായ കാര്യങ്ങളാണ്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നലിംഗക്കാർ, LGBTQ കാറ്റഗറി, അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം, അവരെയും കരുതണം. ആ ഒരു ചിന്തയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അമേരിക്കയുടെ മെൽറ്റിംഗ് പോട്ട് കൾച്ചർ. അതിൽ നിന്നും മാറി അമേരിക്ക പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയിലേക്ക് മാറുന്നു, അമേരിക്ക ഗ്ലോബലൈസേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ അമേരിക്ക സ്വന്തം ജനത്തെ തന്നെ വിവേചനപരമായി കാണുന്നു. അതിൽ ശക്തമായ പ്രതിഷേധമുള്ളവർ ഇങ്ങനെ ട്രംപിനെ കയറൂരി വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും തെരുവിലിറങ്ങുന്ന കാഴ്ച കാണുന്നു. ചുരുക്കത്തിൽ ഉപഭോക്താക്കൾ, അതുമാത്രമല്ല റാഡിക്കൽ ലെഫ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ, കാരണം ഇതിന് പറയുന്നത് ഒരു ലെഫ്റ്റ് റവല്യൂഷൻ എന്ന രീതിയിലാണ് അമേരിക്കയിൽ വരുന്നത്. കാരണം ഒരു എക്സ്ട്രീം റൈറ്റിനെ തിരുത്തുന്നതിന് ഫാർ ലെഫ്റ്റ് അല്ലെങ്കിലും ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ ചിന്താഗതിയുള്ള ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതാണ് മുഖ്യ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, പാർലമെൻ്റ് സിസ്റ്റം അല്ലെങ്കിൽ പോലും. അതുകൊണ്ട് അമേരിക്കയിൽ ദർ ആർ ഇൻട്രസ്റ്റിംഗ് ഡേയ്സ് അഹെഡ്. അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു പരമാധികാരിയുടെ ഒരു ഇമേജ് ഒന്നുമില്ല. അമേരിക്കയുടെ ജനം നൽകുന്ന മാൻഡേറ്റിൻ്റെ ബലം മാത്രമേ പ്രസിഡൻറ്റിനുള്ളൂ. പക്ഷേ പ്രസിഡൻറ്റ് അതിർത്തി ലംഘിച്ചാൽ, അതിരുകൾ ലംഘിച്ചാൽ, ചില ലക്ഷ്മണ രേഖകൾ ലംഘിച്ചാൽ അമേരിക്കയുടെ സിസ്റ്റമായ ചെക്സ് ആൻഡ് ബാലൻസസ് നിലവിൽ വരും. പ്രസിഡൻറ്റ് അതിശക്തനായി മാറുകയാണെങ്കിൽ കോൺഗ്രസ് രക്ഷയ്ക്ക് വരും, ജനങ്ങൾ രക്ഷയ്ക്ക് വരും. കോൺഗ്രസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറാണ്. എക്സിക്യൂട്ടീവ് ശക്തമായാൽ ലെജിസ്ലേച്ചർ അതിനെതിരെ വരും. പക്ഷേ ഇപ്പോഴത്തെ ലെജിസ്ലേച്ചറിൽ കോൺഗ്രസിൽ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരിയ മേൽക്കൈയുണ്ട്. അതുകൊണ്ട് ട്രംപിന് ഗുണകരമാകാം. പക്ഷേ സെനറ്റേഴ്സിന് അങ്ങനെ തീവ്രമായ ഒരു റിപ്പബ്ലിക്കൻ വികാരമോ ഡെമോക്രാറ്റിക് വികാരമോ ഉണ്ടാകണമെന്നില്ല. പോപ്പുലർ മൂഡ് മാറുന്നതനുസരിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ, ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പോലും ചില സെനറ്റേഴ്സ് മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധം, അതാണ് ബാലൻസ്, ചെക്ക് ഓൺ ദി എക്സിക്യൂട്ടീവ് എക്സസസ് ഓഫ് പ്രസിഡന്റ് ട്രംപ്. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ജുഡീഷ്യറി ഒരു പക്ഷേ രംഗത്ത് വരാം. ജുഡീഷ്യറിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതിലും ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്കാണ് മുൻതൂക്കം. അതുകൊണ്ട് അവിടെ ജനപ്രതിനിധികളായി വരുന്ന ജഡ്ജിമാർ, അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പല്ല എങ്കിൽ പോലും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ട്രംപിനെ ഉൾപ്പെടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ജഡ്ജിമാരിവിടെ വരുന്നു. അതുമാത്രമല്ല അമേരിക്ക ഒരു ഫെഡറൽ സിസ്റ്റമാണ്. 50 സംസ്ഥാനങ്ങൾ, ഈ 50 സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും ട്രംപിൻ്റെ നിലപാടിന് കാട്ടകവിരുദ്ധമായ നിലപാടുകളാണ് എടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെ, അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ, അമേരിക്കൻ പ്ലൂറാലിറ്റിയുടെ, വൈവിധ്യത്തിൻ്റെ എല്ലാം ചാരുത ഒരുമിച്ച് ചേർത്താൽ ട്രംപിൻ്റെ ഈ ബെല്ലും ബ്രേക്കുമില്ലാത്ത പോക്കിന് കടിഞ്ഞാണിടാൻ കഴിയും എന്നാണ് അമേരിക്കൻ ജനതയുടെ ഒരു വിഭാഗമെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഇത്രയും ചെയ്തു കൂട്ടി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ലോകരാജ്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു. ഈ വീഡിയോ ലോകരാജ്യങ്ങൾക്ക് ചെയ്യാനുള്ളതിനെക്കുറിച്ചല്ല, മറിച്ച് അമേരിക്കൻ ജനത തന്നെ ട്രംപിൻ്റെ ഈ കാടൻ നയങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നൽകുക എന്നത് തന്നെയായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. താങ്ക് യു വെരി മച്ച്.